നീലക്കടമ്പിലെ കലിപ്പൻ. രചന നീലമിഴികൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. പെയ്തു തോർന്ന മഴയിൽ കുതിർന്നിൽക്കുന്ന വലിയ തറവാട്. ജനലിലൂടെ പുറത്തെ കാടുപിടിച്ച പറമ്പിലേക്ക് നോക്കി നിൽക്കുകയാണ് ആര്യൻ. നനഞ്ഞ മണ്ണിന്റെ ഗന്ധത്തിനിടയിലും അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അസ്വസ്ഥതയും വ്യക്തമായി കാണാമായിരുന്നു. ചുറ്റുമുള്ള നിശബ്ദത അവനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. തറവാട്ടിലെ പഴയ ക്ലോക്ക് 10 തവണ അടിച്ചു. ആ ശബ്ദം ആര്യന്റെ ചെവിയിൽ തുളച്ചു കയറുന്ന പോലെ തോന്നി. സിറ്റിയിലെ ആഡംബര ജീവിതത്തിൽ നിന്ന് ഈ ഒറ്റപ്പെട്ട നഗരത്തിലേക്ക് എന്തിനാണ് വന്നതെന്ന് അയാൾ സ്വന്തം മനസ്സിനോട് തന്നെ 100-ാം വട്ടം ചോദിച്ചു. ആര്യൻകുട്ടാ, ദാ ഈ കാപ്പി കുടിക്ക്. ഈ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലാലോ. തറവാടിലെ കാര്യസ്ഥൻ ശങ്കരേട്ടൻ ഒരു കപ്പ് കാപ്പിയുമായി അരികിലെത്തി. ആര്യൻ തിരിഞ്ഞു നോക്ക പോലും ചെയ്തില്ല. എനിക്കൊന്നും വേണ്ട ശങ്കരേട്ടാ, ഞാനിവിടെ വന്ന സമ്മാനത്തിന് വേണ്ടിയാ. പക്ഷെ ഈ തറവാടിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. എങ്ങും കാട് പിടിച്ച് കിടക്കുന്നു. ആ മതിലിന്റെ അപ്പുറത്ത് ആരോ നിൽക്കുന്നുണ്ടല്ലോ. ആരത്? ആര്യന്റെ കണ്ണുകൾ മതിലിനരികിൽ നിൽക്കുന്ന രൂപത്തിൽ തറച്ചു നിന്നു. ഒരു പെൺകുട്ടി. അവൾ മതിലിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നീലിയാ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി. അവൾക്ക് വരയ്ക്കാനൊക്കെ വലിയ ഇഷ്ടമാ. ശങ്കരേട്ടൻ പരിങ്ങലോടെ പറഞ്ഞു. ആര്യന്റെ ഉള്ളിൽ ദേഷ്യം എരിച്ചു കയറി. എന്റെ മതിൽ വന്ന് വരയ്ക്കാൻ അവൾക്കാർ അധികാരം കൊടുത്ത്? ഒന്നും കേൾക്കാൻ നിൽക്കാതെ ആര്യൻ പുറത്തേക്ക് നടന്നു. മഴ നനഞ്ഞ പുല്ലിലൂടെ വേഗത്തിൽ നടന്ന് അവൻ മതിലിനരികിലെത്തി. അവിടെ ഒരു പെൺകുട്ടി ഏകാഗ്രതയോടെ മതിലിൽ ചിത്രം വരയ്ക്കുന്നു. നീല നിറത്തിലുള്ള ചുരിദാറാണ് വേഷം. അവളുടെ കയ്യിലെ ബ്രഷ് ചായത്തിൽ മുക്കി മതിലൊരു വലിയ നീലക്കടമ്പ് മരം അവൾ വരച്ച് ചേർക്കുന്നുണ്ടായിരുന്നു. ഹലോ, താനെന്തായി കാണിക്കുന്നത്? ആര്യന്റെ ഗർജനം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വലിയ കണ്ണുകളുള്ള നിഷ്കളങ്കമായ മുഖമുള്ള ഒരു പെൺകുട്ടി. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഭയത്തേക്കാൾ കൂടുതൽ അത്ഭുതമായിരുന്നു. ചോദിച്ചു കേട്ടില്ലേ, ഇത് എന്റെ വീടിന്റെ മതിലാ. ഇവിടെ വന്ന് ചായം പൂശാൻ തന്നോടാരാ പറഞ്ഞ്? ആര്യൻ അവിടെ അടുത്തേക്ക് ആഞ്ഞു നടന്നു. അവൾ പതറാതെ അവരെ നോക്കി. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഈ മതിൽ കാണാൻ വലിയ ഭംഗിയില്ലായിരുന്നു, അതുകൊണ്ടൊന്ന് മനോഹരാക്കാന്ന് കരുതി. പിന്നെ ഇതിനു മുമ്പ് ഇവിടെ ആരും താമസിക്കാനുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് തന്റെ വിഷയമല്ല. ഇപ്പൊ ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി പോവിടുന്ന്. ആര്യൻ അവളുടെ കയ്യിൽ നിന്ന് ബ്രഷ് പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ കരഞ്ഞില്ല. പകരം ദേഷ്യത്തോടെ ആര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. മനുഷ്യന്റെ മനസ്സിന് ഇത്രയും കടുപ്പുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ മതിൽ നിങ്ങളുടേതാവും, പക്ഷേ ഈ ഗ്രാമം ഞങ്ങളുടേതാ. എല്ലാവരെയും പേടിപ്പിക്കാമെന്ന് കരുതേണ്ട. അവൾ തന്റെ പെയിന്റ് ബക്കറ്റ് എടുത്ത് അവിടുന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. ആര്യൻ ദേഷ്യത്തോടെ അവൾ നോക്കി നിന്നു. പക്ഷേ അവളുടെ വിയർപ്പും ചായവും കലർന്ന ആ മണം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ മതിലേക്ക് നോക്കി. അവൾ പകുതിയാക്കി വെച്ച ആ നീലക്കടമ്പ് മരം എന്തുകൊണ്ടോ ആ ചിത്രത്തിന് തന്റെ പഴയ ഏതോ ഓർമ്മകളുടെ നിറമുള്ള പോലെ അയാൾക്ക് തോന്നി. നീല പോയി കഴിഞ്ഞിട്ടും ആര്യന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. തന്റെ അനുവാദമില്ലാതെ തന്റെ അതിർത്തിക്കുള്ളിൽ ഒരാൾ അതിക്രമിച്ച് കയറിയെന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അയാൾ വീണ്ടും ആ മതിലിലേക്ക് നോക്കി. അവിടെ അവൾ പകുതിയാക്കി നിർത്തിയ ആ നീലക്കടമ്പ് മരം കാറ്റിലാടുന്ന പോലെ തോന്നിപ്പിക്കുന്ന ആ ചിത്രത്തിന്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ജീവനുള്ളതുപോലെ തോന്നി. ആര്യനറിയാതെ തന്നെ തന്റെ കൈകൾ ആ പെയിന്റിലും തൊട്ടു. നനവുള്ള ചായം അയാളുടെ വിരലുകളിൽ പറ്റി. ആര്യൻകുട്ടാ, നീ എന്തിനാ പാവം കുട്ടിയോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ട്? അവളിവിടെ എല്ലാ ദിവസവും വരാറുള്ളതാ. ഈ തറവാട് നോക്കാൻ ആരുമില്ലാത്ത കാലത്ത് ആ മതിലിടിഞ്ഞു വീഴാതിരുന്ന് അവൾ അവിടെ ചിത്രം വരച്ച് സംരക്ഷിച്ചോണ്ടാ. ശങ്കരേട്ടൻ പിന്നിൽ വന്നിന്ന് പതുക്കെ പറഞ്ഞു. ആര്യൻ പെട്ടെന്ന് കൈപ്പിന് വലിച്ചു. മതിലിടിഞ്ഞു വീണാലും എനിക്ക് കുഴപ്പമില്ല ശങ്കരേട്ടാ, പക്ഷെ എന്റെ കാര്യങ്ങൾ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. നാളെ മുതൽ അവൾ ഇങ്ങോട്ട് വരരുത്, അത് കൃത്യമായി പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞ അയാൾ അകത്തേക്ക് നടന്നു. പക്ഷെ അന്ന് രാത്രി ആര്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനലിന് പുറത്ത് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴത്തുള്ളികൾ ജനൽ ചില്ലുകളിൽ തട്ടിത്തെറിക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് നീലയുടെ കണ്ണുകളായിരുന്നു. തന്നെ ഭയപ്പെടാത്ത, എന്നാൽ തന്റെ ദേഷ്യത്തിനു മുമ്പിൽ തോറ്റുകൊടുക്കാത്ത ആ വലിയ കണ്ണുകൾ. പിറ്റേന്ന് രാവിലെ ആര്യ എഴുന്നേറ്റ് വല്ലാത്തൊരു വാശിയോടെയാണ്. ആ മതിൽ ഇന്ന് തന്നെ വെള്ളപൂശണം. അവൾ വരച്ച ആ ചിത്രത്തിന്റെ ഒരു അടയാളം പോലും അവിടെ ഉണ്ടാവരുത്. അയാൾ പെയിന്റർ വിളിക്കാൻ ശങ്കരേട്ടനെ ചട്ടം കെട്ടി. ഉച്ചയ്ക്ക് ശേഷം മഴ മാറി മാനം തെളിഞ്ഞു. ആര്യൻ തറവാടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ഗേറ്റിന് പുറത്തൊരു സൈക്കിളിന്റെ ബെല്ലടി കേട്ടു. നോക്കുമ്പോൾ നീലയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഒരു നീല ചുരിദാറാണ് വേഷം. കയ്യിലൊരു പൊതിയുമുണ്ട്. അവൾ ഗേറ്റ് തുറന്ന് ധൈര്യമായി അകത്തേക്ക് ഒരു നീണ്ടപ്പോൾ ആര്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, ഇങ്ങോട്ട് ഇനി വരരുതെന്ന്? ആര്യന്റെ ശബ്ദം മുറ്റത്ത് മുഴങ്ങി. നീല നടന്നു വന്ന് ഉമ്മറത്തെ പടിയിൽ നിന്നു. ആൾക്കൊട്ടും പേടിയുണ്ടായിരുന്നില്ല. മനസ്സിലായി, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ ബ്രഷ് എവിടെ? ആര്യനൊന്ന് അമ്പരന്നു. ബ്രഷ് അത് ഞാൻ എറിഞ്ഞു കളഞ്ഞു. അതെന്റെ പ്രിയപ്പെട്ട ബ്രഷായിരുന്നു. അത് എറിഞ്ഞാളെ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്?
അത് കണ്ടുപിടിച്ച് തരണം. ആൾ കൈകെട്ടിന്ന് ആര്യനെ വെല്ലുവിളിച്ചു. ആര്യൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. താൻ എന്റെ മതിൽ അനുവാദമില്ലാതെ വരച്ചു, അതിനുള്ള ശിക്ഷയായി കരുതിയാൽ മതി. എവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. ഞാൻ പോയില്ല. എന്റെ ബ്രഷ് ഇട്ടാൽ ഞാൻ ഇവിടുന്ന് ഒരു അടി അനങ്ങില്ല. പിന്നെ ആ മതിൽ നിങ്ങൾ വെള്ളപൂശാൻ തീരുമാനിച്ചെന്ന് ശങ്കരേട്ടൻ പറഞ്ഞു. അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഞാൻ വരച്ച് പൂർത്തിയാക്കിയ ആ മരത്തിന് താഴെ എന്റെ പേരുണ്ട്. അത് മായ്ക്കാൻ നിങ്ങൾ കഴിയില്ല. ആര്യൻ അവളുടെ അടുത്തേക്ക് രോഷത്തോടെ നടന്നെടുത്തു. അവന്റെ ഉയരത്തിനു മുമ്പിൽ അവളൊന്ന് ചെറുതായെങ്കിലും അവളുടെ കണ്ണുകളിലെ തീയണഞ്ഞിരുന്നില്ല. എന്ത് പേര്? എന്ത് ധൈര്യത്തിലാ താൻ എന്റെ സ്വത്തിൽ പേരെഴുതുന്നത്? ധൈര്യമല്ല, അതെന്റെ അവകാശ. ആ മതിൽ പണ്ട് എന്റെ മുത്തശ്ശൻ പണിതതാ. നിങ്ങൾ ഈ തറവാട് വിൽക്കാൻ വെച്ചപ്പോ എന്റെ കുടുംബം അത് വാങ്ങി സംരക്ഷിച്ച്. പിന്നീട് നിങ്ങളുടെ അച്ഛൻ വന്ന് തിരിച്ചു വാങ്ങുന്നവരെ ഞങ്ങളായിരുന്നു ഇതിന്റെ ഉടമസ്ഥർ. അതുകൊണ്ട് എനിക്ക് ഈ തറവാടിനോട് നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധമുണ്ട്. ആര്യൊരു നിമിഷം സ്തംഭിച്ചു പോയി. തനിക്കറിയാത്ത എന്തൊക്കെയോ ഈ തറവാടിനെ കുറിച്ച് ഇവൾക്ക് അറിയാമെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ തന്റെ ഈഗോ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. ആ ബ്രഷ് അങ്ങ് ദൂരെയുള്ള പറമ്പിലൂടെ പോയി വീണിട്ടുണ്ടാവും. വേണേ പോയി തെരഞ്ഞെടുത്തോ. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നാ. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീല പറമ്പിലേക്ക് നോക്കി നടന്നു കഴിഞ്ഞിരുന്നു. ആര്യൻ അവിടെ പിന്നാലെ പോയി. കാടും പടർപ്പും പിടിച്ചിടങ്ങുന്ന പറമ്പിൽ അവൾ ആ ബ്രഷ് തിരയാൻ തുടങ്ങി. ചെളിയിലും പുല്ലിലും അവിടെ കാലുകൾ ആഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പറമ്പിന്റെ മൂലയിൽ നിന്ന് നീല ഒരു നിലവിളി ശബ്ദമുണ്ടാക്കി. ആര്യൻ ഓടി അവിടെ എത്തി. ഒരു വലിയ പാമ്പ് അവിടെ അരിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. പേടിച്ചു വരച്ച നീല ബാലൻസ് തെറ്റി പുറകിലേക്ക് വീഴാൻ പോയി. ആര്യൻ പെട്ടെന്ന് അവിടെ കൈകൾ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു. ആദ്യമായി ആ കലിപ്പന്റെ കൈകൾ ഒരു പെൺകുട്ടിയെ തൊട്ടു. ദേഷ്യം മാത്രമുണ്ടായിരുന്ന ആ കണ്ണുകളിൽ ഒരു നിമിഷം ആശങ്ക മിന്നി മറഞ്ഞു. നിലയുടെ ശ്വാസം ആര്യന്റെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അയാൾക്ക് വ്യക്തമായി കേൾക്കാം. കുറച്ച് നിമിഷങ്ങൾ അവരങ്ങനെ തന്നെ നിന്നു. കൈവിട്, നീല പതുക്കെ പറഞ്ഞു. ആര്യൻ പെട്ടെന്ന് കൈപിൻ വലിച്ചു. എന്നിട്ട് ചുറ്റും നോക്കാതെ അവിടെ നടന്നു. പക്ഷേ അയാൾ പോകുന്നതിന് മുമ്പ് താഴെ കിടന്നിരുന്ന ആ പഴയ പെയിന്റ് ബ്രഷ് കണ്ടു. അത് കുനിഞ്ഞെടുത്ത് അയാൾ അവിടെ നേരെ നീട്ടി. ഇതാണ് എന്റെ ബ്രഷ്, ഇനി തിരക്കി ഇങ്ങോട്ട് വരരുത്. നീല ബ്രഷ് വാങ്ങി. ആളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങളുടെ പേര് ആര്യൻ എന്നാണല്ലേ? പക്ഷേ നിങ്ങൾക്ക് ചേരുന്ന പേര് കലിപ്പൻ എന്നാ. സാരില്ല, ആ മതിൽ നിങ്ങൾ വെള്ളപൂശിക്കോളൂ. പക്ഷേ ആ നീലക്കടമ്പ് വരം എന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അവൾ സൈക്കിളെടുത്ത് പോയി. ആര്യൻ അവിടെ തന്നെ നിന്നു. തന്റെ കൈകളിൽ തങ്ങിയ അവളുടെ വിരലുകളുടെ സ്പർശവും ആ പറമ്പിലെ കാട്ടുപൂക്കളുടെ മണവും അയാളെ എന്തോ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാൾ പതുക്കെ മതിലിനരികിലേക്ക് നടന്നു. ആ നീലക്കടമ്പ് മരത്തിന്റെ ഏറ്റവും താഴെ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നീല. അന്ന് വൈകുന്നേരം പെയിന്റർ വന്നപ്പോൾ ആര്യം പറഞ്ഞു, ഇന്ന് പെയിന്റ് അടിക്കണ്ട, കുറച്ചു ദിവസം കൂടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശങ്കരേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ആര്യനെ നോക്കി. ആര്യനൊന്നും മിണ്ട അകത്തേക്ക് പോയി തന്റെ ലാപ്ടോപ്പ് തുറന്നു. പക്ഷേ സ്ക്രീനിലെ അക്ഷരങ്ങൾക്ക് പകരം അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ആ നീലക്കടമ്പ് മരവും അത് വരച്ച പെൺകുട്ടിയുടെ ചിരിയുമുള്ള ആ കണ്ണുകളായിരുന്നു. തറവാടിന്റെ ഉമ്മരത്ത് മഴയുടെ ഈണം വീണ്ടും പെയ്തിറങ്ങുമ്പോൾ ആര്യന്റെ മനസ്സിൽ പഴയ കലിപ്പായിരുന്നില്ല. പകരം നീല പറഞ്ഞ വാക്കുകളായിരുന്നു. ഈ മതില് പണ്ടെന്റെ മുത്തച്ഛൻ പണിതാ. ആ വാചകം അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നീലക്കടമ്പ് മരത്തിന്റെ ചിത്രം വരച്ച ആ മതിലിനരികിൽ അവൻ വീണ്ടും ചെന്ന് നിന്നു. നനഞ്ഞ പെയിന്റിന്റെ മണവും മണ്ണിന്റെ ഗന്ധത്തോടെ കലർന്നു നിന്നിരുന്നു. ശങ്കരേട്ടൻ ചായയുമായി വന്നപ്പോൾ ആര്യൻ ആ മതിൽ കൈ ചേർത്ത് നിൽക്കുകയായിരുന്നു. ആര്യന്റെ ഈ മാറ്റം ശങ്കരേട്ടൻ അല്പം അത്ഭുതപ്പെടുത്തി. നഗരത്തിലെ വലിയ ബിസിനസ് സാമ്രാജ്യം നിയന്ത്രിച്ചിരുന്ന ഒരു വാക്ക് തെറ്റിയാൽ കോപത്താൽ ഉലയുന്ന ആര്യൻ എന്തിനാണ് ഈ പഴയ മതിലിനോട് സംസാരിക്കുന്നത്? ആര്യൻകുട്ട, നീ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അവളൊരു പാവ. അവളുടെ അച്ഛൻ ഈ തറവാട്ടിലെ പഴയ കണക്കെഴുത്തുകാരനായിരുന്നു. നിന്റെ അച്ഛൻ പണ്ട് ഈ നാട് വിട്ടു പോയപ്പോ അവർക്കാണ് ഇത് നോക്കാൻ ഏൽപ്പിച്ചത്. ആര്യൻ ശങ്കരേട്ടനെ നോക്കി. അവൾ പറഞ്ഞു ശരിയാണോ ശങ്കരേട്ട? ഈ മതിൽ അവിടെ മുത്തശ്ശൻ പണിതാണോ? അതേ കുട്ട, ഈ മതില് മാത്രമല്ല, ഈ പറമ്പിലെ ഓരോ കല്ലും മണ്ണും അവർക്ക് സുപരിചിത. നിന്റെ അച്ഛന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഈ സ്ഥലം വാങ്ങിയത് പോലും ഇത് മറ്റാരും നശിപ്പിക്കരുതെന്ന് കരുതിയ. പിന്നീട് നിനക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടിത്തുടങ്ങിയപ്പോൾ നീ ഇത് തിരിച്ചു വാങ്ങിയായിരുന്നു. പക്ഷേ നീലയ്ക്ക് ഈ സ്ഥലം അവളുടെ ജീവനായിരുന്നു. ആര്യനൊന്നും മിണ്ടിയില്ല. തന്റെ വിജയങ്ങൾക്കും ആഡംബരങ്ങൾക്കും അപ്പുറം ഈ മണ്ണിന് ഇത്രയും ആഴമുള്ള ഒരു കഥയുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. താൻ തന്റെ സാമ്രാജ്യമായി കണ്ടത് മറ്റൊരാളുടെ ഹൃദയമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആര്യന്റെ ഉള്ളിൽ നേരിയ വേദന തോന്നി. പക്ഷെ അത് പുറത്തു കാണിക്കാൻ അവന്റെ ഈഗോ അനുവദിച്ചില്ല. പിറ്റേന്ന് രാവിലെ ആര്യൻ തന്റെ കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഗ്രാമത്തിൽ ഇടുങ്ങിയ റോഡിലൂടെ അവന്റെ കറുത്ത SUV കടന്നു പോകുമ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അല്പം ദൂരെ മാറി പാടത്തിന്റെ അരികിലുള്ള ഒരു ചെറിയ വീട്ടുമുറ്റത്ത് അവൻ ആ സൈക്കിൾ കണ്ടു. നീലയുടെ സൈക്കിൾ. ആര്യൻ കാർ നിർത്തി പുറത്തിറങ്ങി. മുറ്റത്തൊരു മാവിൻ ചോട്ടിൽ നിന്ന് ചിത്രം വരയ്ക്കായിരുന്നു നീല. അവൻ വരുന്ന കണ്ടും അവൾ ബ്രഷ് താഴെ വെച്ച് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഇന്നലത്തെ ആ ദേഷ്യമില്ലായിരുന്നു, പകരം ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു.
എന്താ കലിപ്പൻ സാറേ, ഈടോല മതിലും എന്റെ പേര് കണ്ടോ? അത് മായ്ക്കാൻ വന്നാണോ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. ആര്യൻ അവിടെ അടുത്തേക്ക് നടന്നു. തന്റെ ആ ബ്രഷ് അത് ഇന്നലെ തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിക്കാൻ മറന്നു. എന്തിനാ മതിൽ നീലക്കടമ്പുവരം തന്നെ വരച്ച്? നീലയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ ദൂരേക്ക് കണ്ണെറിഞ്ഞു. ആ മതിലിന് താഴെയായിരുന്നു എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട സ്ഥലം. ഞങ്ങളുടെ മുത്തച്ഛൻ അമ്മയ്ക്ക് വേണ്ടി നട്ടനച്ച് വളർത്തിയ ഒരു നീലക്കടമ്പുവരം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സ്ഥലം തിരിച്ചു വാങ്ങിയപ്പോൾ മതിൽ കെട്ടിപ്പോക്കാൻ വേണ്ടി നിങ്ങളുടെ ആളുകൾ ആ മരം വെട്ടിക്കളഞ്ഞു. അന്നു മുതൽ എൻ്റെ അമ്മ വല്ലാത്തൊരു സങ്കടത്തിലാണ്. അമ്മയുടെ ഓർമ്മകൾ മങ്ങുന്നതിന് മുമ്പ് ആ മതിൽ നോക്കിയ അമ്മക്ക് ആ പഴയ മരം കാണാൻ തോന്നിപ്പിക്കാനാ ഞാനത് വരച്ച്. ആര്യം മരവിച്ച് നിന്നുപോയി. താൻ പണി കഴിപ്പിച്ച വലിയ മതിലുകൾ ഒരു കുടുംബത്തിന്റെ മനോഹരമായ ഓർമ്മകളെയാണ് വെട്ടിമുറിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവന്റെ മുഖത്തെ കാർക്കശി അലിഞ്ഞു പോകുന്ന നീല ശ്രദ്ധിച്ചു. തന്റെ അമ്മയുടെ ആര്യം പതുക്കെ ചോദിച്ചു. അകത്തുണ്ട്, പക്ഷെ ആര്യം പെട്ടെന്ന് തിരിച്ചറിയില്ല. പഴയ കാര്യങ്ങൾ മാത്രം അമ്മയുടെ മനസ്സിൽ. നീല പതുക്കെ പറഞ്ഞു. പെട്ടെന്ന് വീടിനുള്ളിൽ നിന്നൊരു വിളി കേട്ടു. നീലേ, ആ കടമ്പ് മരത്തിന്റെ പൂ വിരിഞ്ഞോ മോളെ? നല്ല മണം വരുന്നുണ്ടല്ലോ. നീല ആര്യനെ നോക്കിയത് പുഞ്ചിരിച്ചു. കണ്ടോ, ഈ മണം വരുന്ന ആ മതിൽ നിങ്ങൾ ഇടിച്ചു കളയാത്തോണ്ടാ. മഴ നനയുമ്പോൾ ആ ചായത്തിന് പൂക്കളുടെ മണമുണ്ടെന്ന് അമ്മ കരുതുന്നു. ആര്യൻ തിരിഞ്ഞടന്നു. തന്റെ കാറിലിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ വലിയൊരു പദ്ധതി രൂപപ്പെടുന്നുണ്ടായിരുന്നു. തറവാട്ടിലെത്തി ഉടൻ അവൻ ശങ്കരേട്ടനെ വിളിച്ചു. ശങ്കരേട്ടാ, എനിക്ക് നാളെ കുറച്ച് തൊഴിലാളികൾ വേണം. പിന്നെ വലിയൊരു നീലക്കടമ്പരത്തിന്റെ തയ്യും വേണം. എന്തിനാ കൂട്ടാ? മതിൽ പൊളിക്കാനാണോ? മതിൽ പൊളിക്കാനല്ല ശങ്കരേട്ടാ, മതിലിന് ജീവൻ കൊടുക്കാൻ. ആര്യന്റെ വാക്കുകളിൽ വല്ലാത്ത നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അടുത്ത 3 ദിവസങ്ങൾ ആര്യൻ തിരക്കിലായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിലാളികൾക്കൊപ്പം അവൻ പറമ്പിൽ നിന്നു. മതിലിനോട് ചേർന്ന് വലിയൊരു കുഴിയെടുപ്പിച്ചു. വലിയൊരു നീലക്കടമ്പ് മരം നഴ്സറിയിൽ നിന്ന് എത്തിച്ചു. ആ മരം നടുമ്പോൾ ആര്യന്റെ വസ്ത്രങ്ങൾ ചെളിയിൽ കുതിർന്നിരുന്നു. തന്റെ കോടികളുടെ ബിസിനസ് മീറ്റിംഗുകളേക്കാൾ വലിയൊരു സന്തോഷം ആ മണ്ണ് തൊടുമ്പോൾ അയാൾക്ക് ലഭിച്ചു. 4-ാം ദിവസം വൈകുന്നേരം നീല തന്റെ പതിവ് സൈക്കിൾ യാത്രക്കിടയിൽ ആ തറവാടിന് മുമ്പിലെത്തി. അവൾ ആ കാഴ്ച കണ്ട് സ്തംഭിച്ച് നിന്നുപോയി. മതിലിനോട് ചേർന്ന് താൻ വരച്ച ചിത്രത്തിന് പകരമായി ഒരു വലിയ നീലക്കടമ്പ് വരെ അവിടെ നിൽക്കുന്നു. അതിന്റെ ഇലകൾ കാറ്റിലാണെന്നു. മതിലിന്റെ ചിത്രത്തിന് മുകളിൽ വെള്ള പൂശിയെങ്കിലും ആ മരത്തിന് ചുറ്റും മനോഹരമായൊരു തറ കെട്ടിയിരുന്നു. അതിനു മുകളിൽ ആര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. നിലയെ കണ്ടതും അവൻ എഴുന്നേറ്റു. ഇപ്പൊ ചിത്രത്തിന്റെ ആവശ്യമില്ലല്ലോ, യഥാർത്ഥ മരം തന്നെ ഇവിടെയുണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. നീലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടി വന്ന് ആ മരത്തിന്റെ ചില്ലകളിൽ തൊട്ടു. നിങ്ങൾ എന്തിനാ അത് ചെയ്ത്? തന്റെ അമ്മയോടുള്ള കടമ കിട്ടിയതാ. പിന്നെ ഈ കരിപ്പന്റെ ഉള്ളിൽ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ, അവനൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അവൻ ചിരിക്കുന്നത് നീല കാണുന്നത്. ആ ചിരിയിൽ ഒരു വല്ലാത്ത വശ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി അനുവാദമില്ലാതെ എന്റെ പറമ്പിൽ കയറരുത്. മരം നോക്കാൻ വേണമെങ്കിൽ വരാം. ആരും വീണ്ടും തന്നെ പഴയ ഗാംഭീര്യത്തിലേക്ക് മടങ്ങി. നീല ചിരിച്ചു. അനുവാദം ചോദിച്ചു വരാൻ ഞാൻ അതിഥിയല്ലല്ലോ, ഇതെന്റെ മുത്തശ്ശന്റെ മണ്ണല്ലേ. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ആ പറമ്പിലെ കാറ്റിൽ നീലക്കടമ്പ് പൂക്കളുടെ മണം അപ്പോഴും പടരുന്നുണ്ടായിരുന്നു. പക്ഷെ ആര്യനും നീലക്കും അറിയില്ലായിരുന്നു ഈ മരത്തോടൊപ്പം വളരുന്ന അവരുടെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യത്തിന്റെ തുടക്കമാണെന്ന്. തറവാടിന്റെ ഇരുണ്ട കോണിലിരുന്ന് ആരോ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീലക്കടമ്പ് മരത്തിന്റെ തണലിൽ ആര്യനും നീലയും തമ്മിലുള്ള നിശബ്ദമായ ഉടമ്പടി ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാവുകയായിരുന്നു. എന്നാൽ ആ തറവാടിന്റെ ചുമരുകൾക്കുള്ളിൽ അവരറിയാത്ത ചില നിഴലുകൾ ചലിച്ചു തുടങ്ങിയിരുന്നു. നീലക്കടമ്പ് മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചം ആര്യന്റെ മുഖത്ത് തട്ടി നിന്നു. നീല പോയി കഴിഞ്ഞതും അവൻ ആ തറയിൽ തന്നെ ഇരുന്നു. ജീവിതത്തിൽ ആദ്യമായി താൻ മറ്റൊരാൾക്ക് വേണ്ടി എന്തോ ഒന്ന് ചെയ്തിരിക്കുന്നു എന്ന ചിന്ത അവന് ചെറിയൊരു സംതൃപ്തി നൽകി. പക്ഷെ ആ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. തറവാടിന്റെ മുകളിലത്തെ നിലയിൽ
അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആരും ചിരിച്ചില്ല. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടി. ഇതിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഈ മൂന്നാമത്തെ ആൾ ആരാണെന്ന് നിനക്കറിയോ? നീല ആ ഫോട്ടോ വാങ്ങി നോക്കി. അവളുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. അവൻ വിറക്കുന്ന വിരൽ കൊണ്ട് ആ ഫോട്ടോയിൽ തലോടി. ഇതെന്നെ മുത്തച്ഛനാ. പക്ഷെ ആരെയും മുഖം ഇങ്ങനെ നശിപ്പിച്ചേ? അതാണ് എനിക്കും അറിയേണ്ടത്. ഇന്നലെ രാത്രി ആരോ എന്റെ തറവാട്ടിൽ അതിക്രമിച്ച് കയറി ഈ ഫോട്ടോ നശിപ്പിച്ചു. നീല, ഈ തറവാടിനെ കുറിച്ച് എനിക്കറിയാത്ത എന്തോന്ന് ഇനിയും ബാക്കിയുണ്ട്. നിന്റെ കുടുംബം എന്റെ അച്ഛനും തമ്മിൽ വെറുമൊരു ഉടമസ്ഥാവകാശ ബന്ധം മാത്രമായിരുന്നോ? ആര്യന്റെ ശബ്ദത്തിൽ സംശയം നെള്ളിച്ചു. നീല കുറച്ചേരം മിണ്ടാൻ നിന്നു. എന്നിട്ട് അവൾ അവന് വീടിനുള്ളിലേക്ക് വിളിച്ചു. അവിടെ ഒരു ചെറിയ മുറിയിൽ ചുമരുകൾ നിറയെ പെയിന്റിങ്ങളായിരുന്നു. എല്ലാം ആ തറവാടിന്റെ പല കോണുകൾ. അതിലൊരു ചിത്രം ആര്യനെ അത്ഭുതപ്പെടുത്തി. തന്റെ തറവാടിന്റെ മുകളിലത്തെ നിലയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. ഇത് ഞാൻ വരച്ചല്ല ആര്യൻ, നീല പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇതെന്റെ അമ്മ പണ്ട് വരച്ചതാ. ഈ തറവാട്ടിലൊരു രഹസ്യറിയുണ്ടെന്നും അവിടെ വലിയൊരു നിധിയുണ്ടെന്നും ഗ്രാമത്തിലൊരു സംസാരമുണ്ട്. നിന്റെ അച്ഛൻ ഈ സ്ഥലം വിട്ടുപോയത് ആ നിധി കിട്ടാത്തതുകൊണ്ടാണെന്ന് ചിലർ പറയുന്നു. പക്ഷെ എന്റെ മുത്തശ്ശൻ വിശ്വസിച്ചിരിക്കുന്നത് ആ തറവാടിനൊരു ശാപമുണ്ടെന്നാ. ആര്യം പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ശാപമോ നിധിയോ? ഇതൊക്കെ വെറും കഥകളാണ് നീല. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തതുകൊണ്ടാണോ ഇന്നലെ രാത്രി ആ മുറിയിൽ ആരോ വന്ന്? നീലയുടെ ചോദ്യത്തിന് മുമ്പിൽ ആരും മറുപടിയിലായിരുന്നു. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും ചേർന്ന് തറവാടിന്റെ മുകളിലത്തെ നില പരിശോധിക്കാൻ തീരുമാനിച്ചു. ശങ്കരേട്ടൻ വിലക്കെങ്കിലും ആരും കേട്ടില്ല. അവർ ആ പഴയ മുറിയിൽ തിരച്ചിൽ തുടങ്ങി. ചുമരുകളിലെ ഓരോ വിള്ളലിൽ അവർ തപ്പി നോക്കി. പെട്ടെന്ന് നീലയുടെ കൈ ഒരു തടിപ്പലകയിൽ തട്ടി. അത് പൊങ്ങി നിന്നു. അവിടെ ഒരു ചെറിയ അറയുണ്ടായിരുന്നു. അതിനുള്ളിൽ മണ്ണ് പിടിച്ച ഒരു വലിയ പെട്ടി. ആര്യനത് ബലമായി വലിച്ചെടുത്തു. പെട്ടി തുറന്നപ്പോൾ അതിൽ സ്വർണമോ പണമോ ഇല്ലായിരുന്നു. പകരം കുറെ കത്തുകളും ചെറിയ ഡയറിയും മാത്രം. ആ കത്തുകൾ ആര്യന്റെ അച്ഛൻ നീലയുടെ മുത്തച്ഛന് അയച്ചതായിരുന്നു. ആര്യന് കത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയതും അവന്റെ മുഖം വിളറി വെളുത്തു. തന്റെ അച്ഛൻ വെറും ഒരു ബിസിനസ്സുകാരനായിരുന്നില്ലെന്നും ഈ ഗ്രാമത്തിൽ നിന്ന് അയാൾ ഓടിപ്പോയത് വലിയൊരു ചതിയുടെ ഫലമായിട്ടാണെന്നും ആ കത്തുകൾ വിളിച്ചു പറഞ്ഞു. ഇത് സത്യാവാൻ വഴിയില്ല. ആര്യൻ തളർന്നിരുന്നു പോയി. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? നീല ആകാംക്ഷയോട് ചോദിച്ചു. അവൻ ആ കത്ത് അവൾക്ക് നൽകി. അതിലിങ്ങനെ എഴുതിയിരുന്നു. രാഘവ, ആ മതിൽ പണിയുമ്പോൾ നമ്മൾ മറച്ചു വെച്ച ആ സത്യം ഒരിക്കൽ പുറത്തു വരും. അന്നേരം എൻ്റെ മകനെ വെറുക്കൂ എന്നാ എൻ്റെ പേടി. ആ നീലക്കടമ്പ് മരത്തിന്റെ ചോട്ടിൽ നമ്മൾ കുഴിച്ചു മൂടിയത് വെറും ഒരു ശവപ്പെട്ടിയല്ല, ഈ നാടിന്റെ പ്രതീക്ഷയാ. നീലയും ആര്യനും പരസ്പരം നോക്കി. ആ മതിൽ, ആ നീലക്കടമ്പ് മരം, അവർ സ്നേഹത്തോടെ നട്ടുപിടിപ്പിച്ച ആ മരത്തിന് താഴെ ഭയാനകമായ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് താഴെ നിന്ന് ശങ്കരേട്ടന്റെ നിലവിളി കേട്ടു. അവർ രണ്ടുപേരും ഓടി താഴെ എത്തി. മുറ്റത്തെ ആ നീലക്കടമ്പരത്തിന്റെ താഴെ ആരോ കുഴിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. മണ്ണ് ചിതറിക്കിടക്കുന്നു. ദൂരെ കാട്ടിലേക്ക് ഒരാൾ ഓടിപ്പോകുന്നവർ കണ്ടു. ആര്യൻ കയ്യിലിരുന്ന ടോർച്ച് ആ ഓടിപ്പോകുന്ന ആൾക്ക് നേരെ അടിച്ചു. ആ വെളിച്ചത്തിൽ കണ്ട രൂപം ആര്യനെ തളർത്തിക്കളഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ കണ്ണുകളിൽ കണ്ടത് പഴയ ശങ്കരേട്ടനെയല്ല. ആൾ ഭീതിയോടെ പറഞ്ഞു. ആര്യൻ അവളുടെ കൈ തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവന്റെ ഉള്ളിൽ ആ പഴയ കലിപ്പിനുണർന്നു. പക്ഷെ ഇത്തവണ ഇത് ദേഷ്യമായിരുന്നില്ല, മറിച്ച് സത്യം കണ്ടെത്താനുള്ള വാശിയായിരുന്നു. ഇല്ല നീല, ഇനി എനിക്ക് ഒളിച്ചോടാൻ കഴിയില്ല. എന്റെ അച്ഛൻ എന്തിനാണ് ഈ നാട് വിട്ടതെന്നും ശങ്കരേട്ടൻ എന്തിനാണ് ആ മരത്തിന്റെ താഴെ കുഴിച്ചിട്ടെന്നും എനിക്കറിയണം. ആ പെട്ടിയിൽ കണ്ട കത്തുകൾ വെറുമൊരു കടലാസല്ല. അവൻ വീടിനുള്ളിലേക്ക് നടന്നു. ആ പഴയ ഡയറി അവൻ വീണ്ടും തുറന്നു. അതിലെ അവസാനത്തെ പേജുകളിൽ ചില കണക്കുകൾ ഒരു മാപ്പും വരച്ചിരുന്നു. അത് തറവാടിന്റെ പറമ്പിന്റെ മാപ്പായിരുന്നു. അതിലൊരു പ്രത്യേക സ്ഥലം ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമാ നീലക്കടമ്പ് വരെ നിൽക്കുന്ന അതേ സ്ഥലം. നീല, നിന്റെ മുത്തച്ഛനും എന്റെ അച്ഛനും കൂടി ഇവിടെന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നിധിയല്ല, അതൊരു വലിയ തെളിവാണ്. ആര്യൻ ഡയറിയിലെ വരികൾക്കിടയിലൂടെ വിരലോടിച്ചു. പെട്ടെന്ന് തറവാടിന്റെ പ്രധാന വാതിൽ ആരോ വലിച്ചുറക്കുന്ന ശബ്ദം കേട്ടു.
ആര്യൻ ടോർച്ചണച്ച് നീലയെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി. ഇരുട്ടിൽ മറിഞ്ഞെന്ന് നോക്കിയപ്പോൾ താഴെ 3-4 ആളുകൾ ടോർച്ച് വെളിച്ചമായി അകത്തേക്ക് വരുന്ന കണ്ടു. അവരുടെ മുമ്പിൽ ശങ്കരേട്ടനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാളുടെ കയ്യിൽ തോക്കുണ്ട്. അവനെ കണ്ടുപിടിക്കണം. ആ പെട്ടി അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് പുറത്തറിഞ്ഞാ നമ്മളെല്ലാവരും ജയിലിലാവും. ശങ്കരേട്ടന്റെ ശബ്ദം കഠിനമായിരുന്നു. ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖനായ പഞ്ചായത്ത് മെമ്പറും കൂടെയുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞു. ആ പെൺകുട്ടി എന്ത് ചെയ്യണം? മറ്റൊരാൾ ചോദിച്ചു. അവളെയും തീർക്കണം. അവളുടെ മുത്തച്ഛൻ മരിച്ച പോലെ അവൾ ഇനി ആ മണ്ണിൽ അടങ്ങട്ടെ. ശങ്കരന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നീല വായ പൊത്തി നിലവിളി അടക്കി. അവളുടെ മുത്തച്ഛൻ സ്വാഭാവികമായി മരിച്ചില്ലെന്ന് അവൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മുകളിലത്തെ നിലയിൽ അവർ പതുങ്ങി നിന്നു. ആര്യന്റെ മനസ്സിൽ മിന്നൽ വേഗത്തിൽ പദ്ധതികൾ മിന്നി പറഞ്ഞു. തന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷെ ഈ തറവാടിന്റെ മുക്കുമൂലയിലും താൻ കളിച്ചു വളർന്നതാണ്. അവനേക്കാൾ നന്നായി ഈ വീട് മറ്റാർക്കും അറിയില്ല. നീല, നീ എന്റെ കൂടെ ഉണ്ടാവണം. പേടിക്കരുത്. അവനവിടെ ചെവിയിൽ മന്ത്രിച്ചു. അവൾ ഉറച്ച തീരുമാനത്തോടെ അവൻ നോക്കി തലയാട്ടി. സൂര്യൻ പതുക്കെ മുകളിലെ ബാൽക്കണിയിലേക്ക് നീങ്ങി. അവിടെ നിന്ന് താഴെ മുറ്റത്തേക്ക് ഒരു പൈപ്പ് ഇറങ്ങിക്കിടപ്പുണ്ട്. അവൻ നീലയെ ആദ്യം ഇറക്കി വിട്ടു. അതിനുശേഷം അവനും താഴേക്ക് ചാടി. മഴ ശക്തമായത് അവർക്ക് അനുഗ്രഹമായി. ആ ശബ്ദത്തിനിടയിൽ അവർ പുറത്തിറങ്ങിയത് ആരും അറിഞ്ഞില്ല. അവർ നേരെ പോയത് ആ നീലക്കടമ്പ മരത്തിനടുത്തേക്കായിരുന്നു. ആര്യൻ അവിടെ ഉണ്ടായിരുന്ന മൺവെട്ടിയെടുത്തു. നീല, അവർ വരുമ്പോൾ നമുക്കിത് പുറത്തെടുക്കണം. ശങ്കരേട്ടൻ പേടിക്കുന്ന ആ സത്യം ഇതിനടിയിലുണ്ട്. ആര്യൻ ആഞ്ഞു കുഴിക്കാൻ തുടങ്ങി. ഓരോ തവണ മണ്ണ് മാറ്റുമ്പോഴും അവന്റെ ഉള്ളിൽ ആശങ്ക കൂടി വന്നു. ഏകദേശം 3 അടി താഴ്ചയിൽ അവന്റെ മൺവെട്ടി കഠിനമായ എന്തോന്നിൽ തട്ടി. ഒരു ഇരുമ്പ് വെട്ടി. അവനത് വലിച്ചു പുറത്തെടുത്തു. പൂട്ട് തുരുമ്പിച്ചതായിരുന്നു. ആര്യൻ ഒരു കല്ലെടുത്തത് അടിച്ചു തകർത്തു. പെട്ടി തുറന്നപ്പോൾ അതിൽ കണ്ട കാഴ്ച അവർ ഞെട്ടിച്ചു കളഞ്ഞു. അത് സ്വർണമോ രേഖകളോ ആയിരുന്നില്ല. മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ നിന്ന് കാണാതായ ഒരു വിഗ്രഹമായിരുന്നു. ഗ്രാമത്തിലെ പുരാതന ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ആ വിഗ്രഹം. ഇതാണോ സത്യം? എന്റെ അച്ഛനൊരു കള്ളനായിരുന്നു. ആര്യന്റെ ശബ്ദമിടറി. അല്ല. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ നീലയുടെ അമ്മ അവിടെ നിൽക്കുന്നു. മഴ നനഞ്ഞു വിറക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ പഴയ തെളിച്ചമുണ്ടായിരുന്നു. അവർക്കെല്ലാം ഓർമ്മ വന്നിരിക്കുന്നു. നിന്റെ അച്ഛൻ കള്ളനല്ല ആര്യൻ. അദ്ദേഹം ഈ വിഗ്രഹം രക്ഷിക്കാൻ ശ്രമിച്ചതാ. ശങ്കരനും കൂട്ടിയിട്ട് കടത്താൻ ശ്രമിച്ചപ്പോൾ നിന്റെ അച്ഛനും എന്റെ അച്ഛനും ചേർന്ന ഇതിവിടെ ഒളിപ്പിച്ച് പിന്നീട് അവർക്ക് ഈ നാട് വിടേണ്ടി വന്നു. നിന്റെ അച്ഛൻ പോയത് ഈ വിഗ്രഹം സംരക്ഷിക്കാനാ. ശങ്കരൻ അന്നു മുതൽ ഇത് തിരയുകയായിരുന്നു. അമ്മ കിതച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ടോർച്ച് വിളിച്ച് അവരുടെ മുഖത്തേക്ക് പതിച്ചു. ശങ്കരേട്ടനും സംഘവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. കണ്ടുപിടിച്ചല്ലേ മിടുക്കൻ. പക്ഷേ ഇത് നീ പുറം ലോകത്ത് എത്തിക്കില്ല. ശങ്കരേട്ടൻ തോക്ക് ആര്യന് നേരെ ചൂണ്ടി. ആര്യൻ വിഗ്രഹം മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ പഴയ കലിപ്പന്റെ ആ തീപ്പൊരി ആളിപ്പടന്നു. ശങ്കരേട്ടാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്റെ അച്ഛനെയും ഈ നാടിനെയും ചതിച്ച നിങ്ങൾക്ക് ഇനി മാപ്പില്ല. മഴ കനത്തു. ആര്യൻ പെട്ടെന്ന് വിഗ്രഹം നീലക്ക് നൽകി. അവളോട് ഓടാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവൻ ഒറ്റക്കാ 4 പേർക്ക് നേരെ പാഞ്ഞെടുത്തു. തന്റെ ബിസിനസ് തന്ത്രങ്ങളെക്കാൾ വലിയൊരു യുദ്ധമായിരുന്നു അത്. അവൻ ശങ്കരേട്ടന്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. കരിങ്കല്ല് പോലെ ഉറച്ച അവന്റെ കൈകൾ ശങ്കരേട്ടന്റെ കഴുത്തിന് നേരെ നീണ്ടു. നിങ്ങൾക്കൊന്ന് എന്റെ മുത്തച്ഛനെയാ. നീല ദൂരേക്ക് ഓടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണം എടുത്ത് മറ്റൊരാൾ ആഞ്ഞടിച്ചു. ആ രാത്രി ആ നീലക്കടമ്പ മരത്തിന് താഴെ വലിയൊരു പോരാട്ടം തന്നെ നടന്നു. ആര്യന്റെ ഓരോ പ്രഹരത്തിലും വർഷങ്ങളുടെ പകയും വേദനയും ഉണ്ടായിരുന്നു. അവസാനം ശങ്കരേട്ടനും സംഘവും നിലത്തി വീണു. അപ്പോഴേക്കും ഗ്രാമവാസികൾ ടോർച്ചുകളുമായി അങ്ങോട്ടേക്ക് വരുന്ന കണ്ടു. ആര്യൻ നേരത്തെ തന്നെ പോലീസ് സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. പോലീസ് എത്തിയപ്പോൾ ശങ്കരേട്ടൻ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് അയാൾ ആര്യനെ നോക്കി. ആ കണ്ണുകളിൽ അപ്പോഴും പരാജയത്തിന്റെ കയ്പുണ്ടായിരുന്നു. മഴ തോർന്നു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ നീലക്കടമ്പ മരത്തിന്റെ ഇലകളിൽ പതിച്ചു. ആര്യൻ തളർന്നു മുറ്റത്തിരുന്നു. നീല അവന്റെ അരികിൽ വന്നിരുന്നു. അവൾ ആ വിഗ്രഹം മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. നമ്മൾ ജയിച്ചു ആര്യൻ. നിന്റെ അച്ഛനൊരു ഹീറോ ആയിരിക്കുന്നു, അവൾ പതുക്കെ പറഞ്ഞു. ആര്യൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ആദ്യമായി നനവുടർന്നു. പക്ഷേ ഇതിന് ഞാൻ കൊടുത്ത വില അത് വലുതാണ് നീല. എനിക്ക് സ്നേഹിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഏക ബന്ധവും തകർന്നു. നിനക്ക് ഞാനുണ്ട്, ഈ മണ്ണുണ്ട്, പിന്നെ ഈ നീലക്കടമ്പ് മരവുമുണ്ട്. നീല അവന്റെ തോളിലേക്ക് തലയായിച്ചു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് മണിമുഴക്കം കേട്ടു. നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം ആ നാദത്തിലുണ്ടായിരുന്നു. ആര്യൻ എഴുന്നേറ്റു. അവൻ ആ മതിലിലേക്ക് നോക്കി. നീല പകുതിയാക്കി വെച്ച ആ ചിത്രത്തിന് മുകളിൽ ഇപ്പോൾ യഥാർത്ഥ നീലക്കടമ്പ് പൂക്കൾ കൊഴിഞ്ഞു കിടക്കുന്നു. കലിപ്പൻ ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ ഈ ഗ്രാമത്തിൽ അവന്റെയും നീലയുടെയും പുതിയൊരു ചരിത്രം തുടങ്ങുകയായിരുന്നു. ആ തറവാടിന്റെ ചുമരുകൾക്കിടയിൽ ഇനി ഒളിച്ചു വെക്കാൻ രഹസ്യങ്ങളില്ല. പകരം വരാനിരിക്കുന്നത് മനോഹരമായൊരു പ്രണയകാലമാണ്. ആര്യൻ പതുക്കെ നീലയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആ നീലക്കടമ്പ് മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ പ്രഭാതകിരണങ്ങൾ അവരുടെ മുഖത്ത് പതിച്ചു. നന്ദി നീല, എന്റെ ജീവിതത്തിലെ കറുത്ത നിഴലുകൾ മായ്ച്ചു കളഞ്ഞേന്. അവൻ പതുക്കെ മന്ത്രിച്ചു. നീല പുഞ്ചിരിയോട് അവന്റെ തോളിലേക്ക് തലയായിച്ചു. തറവാടിന്റെ ഉമ്മറത്ത് പുതിയൊരു കാലത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇളം കാറ്റ് വീശി. കലിപ്പിന്റെ ഉള്ളിലെ ദേഷ്യം പൂർണ്ണമായി അണഞ്ഞുപോയിരുന്നു.
പകരം അവിടെ പ്രണയത്തിന്റെ നീലക്കടമ്പ് പൂക്കൾ വിരിഞ്ഞു. ഗ്രാമത്തിലെ ക്ഷേത്രമണികൾ മുഴങ്ങുമ്പോൾ ആ പഴയ മതിലിന്റെ നിഴലിൽ അവർ പുതിയ സ്വപ്നം നെയ്തു തുടങ്ങി.